മന്ത്രി ബിന്ദു കൃഷ്ണ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പീഡനത്തെക്കുറിച്ച് 6 കേസ് പരാതികൾ ആവർത്തിച്ച് കൊടുത്തിട്ടും കേസെടുത്തില്ല എന്ന് പറയുന്ന പോലീസിൻ്റെ നിഷ്ക്രിയത്വത്തെ ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പോലും ആകാത്തതാണ്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് ശക്തമായ നിയമ നടപടി എടുക്കുവാൻ ഉത്തരവാദപ്പെട്ട പോലീസ് ഇത്തരത്തിൽ പെരുമാറിയത് കൊണ്ട് കൂടിയായിരിക്കാം ആ പിഞ്ചു കുഞ്ഞിൻ്റെ മരണം സംഭവിക്കുന്നത് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. അന്ന് ആ ക്രിമിനലിനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. പക്ഷേ അതുണ്ടായി. ആ പോലീസ് ഈ പരാതികൾ കൊടുത്തിട്ട് അന്വേഷിക്കാത്ത പോലീസ് നടപടിയെക്കുറിച്ച് പോലീസുകാരെക്കുറിച്ച് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്ത് അത് സംബന്ധിച്ച് നടപടികളെടുക്കും. എത്രയും പെട്ടെന്ന് അത് സംബന്ധിച്ച കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ നടപടികൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവരുമായിട്ട് സംസാരിക്കും. അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ രംഗം കണ്ടാൽ നമുക്ക് സഹിക്കാനാവുന്നില്ല. അതിൻ്റെ ചികിത്സയും മറ്റു കാര്യങ്ങളും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ട് ആലോചിച്ച് ഒപ്പം വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെയും കൂടി നേതൃത്വത്തിൽ കാര്യങ്ങൾ ചെയ്ത് ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമോ? അത് സർക്കാരുമായിട്ട് മുഖ്യമന്ത്രിയുമായിട്ട് കൂടി ആലോചിച്ച് അത്തരത്തിൽ കാര്യങ്ങൾ. കൂടുതൽ പരാതികൾ വരുന്നുണ്ട്. ഇത് മാത്രമല്ല, നേരത്തെ അവർ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ പങ്കുവെക്കുന്നു. അപ്പോൾ കുറച്ചുകൂടി സമഗ്രമായ ഒരു അന്വേഷണം ഇന്ന് തന്നെ ആഭ്യന്തരമന്ത്രിക്ക് കത്ത് കൊടുക്കും, ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിപ്പിക്കണമെന്ന്. കാരണം എന്തെന്ന് വെച്ചാൽ താങ്കൾ സൂചിപ്പിച്ചതുള്ള വിഷയങ്ങളും ഒപ്പം ഇവരുടെ ഈ പെൺകുട്ടിയുടെ സഹോദരൻ മരണപ്പെട്ടു. അതിലും ആ കുടുംബം ഇപ്പോൾ സംശയം പറയുന്നു. കാരണം പലതവണ പെൺകുട്ടിയുടെ ഉമ്മയെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്നോ സഹോദരനെ മുക്കിക്കൊല്ലുമെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണല്ലോ. എന്തായാലും സമഗ്രമായ അന്വേഷണം നടത്തുവാൻ വേണ്ടി ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകി. ആമിനയുടെ സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമുണ്ട്. ആ മരണവും ഒരു മുങ്ങി മരണമാണ്. എന്നാൽ അവന് നീന്തൽ അറിയാമെന്നാണ് ഈ കുടുംബം പറയുന്നത്. അതിലും സംശയമുണ്ട് ഉണ്ടോയെന്നാണ് ആ കുടുംബം ഇപ്പോൾ സംശയിക്കുന്നത്. കുടുംബത്തിൻ്റെ സംശയം ദൂരീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നന്നായി പഠിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു, നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അവന് ആ മുങ്ങിമരണമെന്നൊക്കെ പറയുമ്പോൾ കുടുംബം സംശയം പറയുമ്പോൾ തീർച്ചയായും അത് അന്വേഷിപ്പിച്ചേ മതിയാകും. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകി. ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിന് സർക്കാരിന് സാധ്യമായ എല്ലാ സഹായങ്ങളും ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ ആലോചിച്ച് ചെയ്യും. അതാണ് ഇപ്പം എല്ലായിടത്തും ഒരുപാട് സംശയത്തിൻ്റെ മുനകളാണ് നീളുന്നത് അയാൾക്ക് നേരെ. മാത്രവുമല്ല അയാളുടെ ഈ മറ്റൊന്നും ബാക്കി എല്ലാത്തിനേക്കാൾ ഈ കുഞ്ഞിൻ്റെ മരണം മാത്രം മതിയല്ലോ അയാളുടെ ക്രൂരതയുടെ ആഴം അറിയാൻ. അതുകൊണ്ട് ഈ ആരോപണ വിധേയമാകുന്ന എല്ലാ വിഷയങ്ങളും അന്വേഷിപ്പിക്കാൻ വേണ്ടി ഉള്ള നിലപാട് സർക്കാർ എടുക്കും. മുഴുവനായിട്ട് സ്ത്രീധന പീഡനങ്ങളും അതുപോലെ തന്നെ ഈ ഭർത്ത് വീട്ടുകളിലെ മരണങ്ങളും ഒക്കെ കൂടുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വകുപ്പിന് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചു? തീർച്ചയായും അത് ആലോചിക്കുന്നു. കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ഏതൊരു അതിക്രമത്തോടും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 0 ടോളറൻസ് ആണ് സംസ്ഥാന ഗവൺമെൻറ്റെയും വകുപ്പിൻ്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെയും നിലപാട്. പരമാവധി അത് ഒഴിവാക്കാനുള്ള ബോധവൽക്കരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ. നമ്മുടെ പരിഷ്കൃത സമൂഹം എത്രത്തോളം വളരുന്നു എന്ന് ഒരു ഭാഗത്ത് നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോഴും മറുഭാഗത്ത് ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ സ്റ്റേറ്റ് ഓഫ് കേരള അത് ഇല്ലാതാക്കാനുള്ള പരമാവധി നടപടികൾ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ചെയ്യും. അല്ല, ഒരുപാട് ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ആ പെൺകുട്ടി ഇരയായിട്ടുണ്ട്. അതിനിടയ്ക്ക് ഡോക്ടറുമായി ഞാൻ സംസാരിച്ചു. അത് കുട്ടിക്ക് ഒരു ട്യൂമർ വന്ന് സെറിബെല്ലത്തിൽ ഒരു ട്യൂമർ വന്നൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു. സഷ്കന്റെ ആദ്യ ഭാര്യയായ ആമിനയെ മെഡിക്കൽ കോളേജിലെത്തി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു.